CI പ്രതാപചന്ദ്രൻ ഭരത്ചന്ദ്രൻ IPS കളിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. 2024 ഒരു വീട്ടമ്മയുടെ മുഖത്ത് കൈവീശി അടിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നപ്പോൾ മാത്രമാണ് കൂടുതൽ ചർച്ചയായതെന്ന് മാത്രം. 2023 കൃത്യമായി പറഞ്ഞാൽ 16/5/2023 വെളുപ്പിന് 2 മണിക്ക് ദേശാഭിമാനി ജംഗ്ഷനിൽ ജോലി കഴിഞ്ഞ്, അതായത് സിനിമയുമായി ബന്ധപ്പെട്ട ഷൂട്ടിംഗ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന 2 ചെറുപ്പക്കാർ, രാഹുൽ, സനൂപ്, ഇവരെ രണ്ടുപേരെയും CI പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു വണ്ടി പോലീസ് വന്നിറങ്ങി ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ മറ്റൊന്നുമല്ല, ചായ കുടിക്കുന്ന രാഹുലിനോടും സനൂപിനോടും ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നാടാ? ഈ ഇരിക്കുന്ന ബൈക്ക് നിങ്ങൾ തട്ടിക്കൊണ്ടു വന്നതല്ലേ? നിന്നെയൊക്കെ കണ്ടാൽ അറിയാമല്ലോടാ കഞ്ചാവാണെന്ന്. എന്ത് പൊടിയാടാ യൂസ് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെയായിരുന്നു ചോദ്യം. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരായതുകൊണ്ട് അവർ തിരിച്ചു ചോദിച്ചു, സാറേ, ഇതെൻ്റെ സ്വന്തം വണ്ടിയാണ്, ഞങ്ങൾ കഞ്ചാവ് അടിച്ചിട്ടില്ല, ഞങ്ങൾ കള്ളു പോലും കുടിച്ചിട്ടില്ല, ജോലി കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. ഇതുകൊണ്ട് തീരുന്നില്ല. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും പ്രത്യേകിച്ച് CI പ്രതാപചന്ദ്രൻ, എവിടെടാ നിന്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും സാറിന് പരിശോധിച്ചാൽ കാണാമല്ലോ എന്ന് തിരിച്ചു മറുപടി പറഞ്ഞത് CI പ്രതാപചന്ദ്രനെ ചൊടിപ്പിച്ചു. പിന്നെ അവിടെ നടന്നത് നിലത്തിട്ട് ചവിട്ടുക, ലാത്തിക്ക് കുത്തുക, വലിച്ചിഴച്ച് വണ്ടിയിലേക്ക് കയറ്റുക. ഇതൊന്നുമല്ല, ഇത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച രാഹുൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഫോൺ മേടിച്ച് നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കുക, കൂടെ ഉണ്ടായിരുന്ന സനൂപിന്റെ iPhone മേടിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോവുക. ഇതിനുശേഷം ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്യാമറ ഇല്ലാത്ത മുറിയിൽ കൊണ്ടുപോയി ഇടിച്ചിഞ്ചപ്പരുവമാക്കുക. ഇതുകൊണ്ട് കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ല. ഈ പാവപ്പെട്ട 2 ചെറുപ്പക്കാർക്കെതിരെ ക്രിമിനൽ കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത കേസ് എന്താണെന്ന് അറിയണ്ടേ? പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു. പാതിരാത്രി ജോലി കഴിഞ്ഞ് വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ ചോദ്യം ചെയ്തതിന് പോലീസുകാരെ 2 ചെറുപ്പക്കാർ കൂടി തല്ലി. വളരെ സിമ്പിൾ അല്ലേ കാര്യം? ഈ കേസ് രജിസ്റ്റർ ചെയ്ത് 16/5/2023 രാത്രി വളരെ വൈകി മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ച് ഇവരെ 3 ദിവസം റിമാൻഡ് ചെയ്യുകയാണ് ഈ ഭരത്ചന്ദ്രൻ IPS അല്ല ശ്രീ പ്രതാപചന്ദ്രൻ ചെയ്തത്. ഈ ചെറുപ്പക്കാർക്ക് മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കിയ സമയം തങ്ങളെ പോലീസുകാർ CI പ്രതാപചന്ദ്രനും മറ്റു പോലീസുകാരും തല്ലി എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. കാരണം മറ്റൊന്നുമല്ല, മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് CI പ്രതാപചന്ദ്രൻ പറഞ്ഞു, അവിടെ പോയി വാ തുറന്നാൽ തിരിച്ച് ജയിലിൽ കൊണ്ടുപോകുന്ന വഴിക്കും നിന്നെയൊക്കെ ഇടിക്കും. ഇത് കേട്ട ആരെങ്കിലും സത്യം പറയൂ? ആ ചെറുപ്പക്കാരൊന്നും മിണ്ടിയില്ല. പിന്നീട് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി 3-ാം ദിവസമാണ് കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഈ ചെറുപ്പക്കാർക്ക് ജാമ്യം കൊടുക്കുന്നത്. ഈ ചെറുപ്പക്കാർ നിയമ പോരാട്ടം നിർത്തിയില്ല.